Semester 3 Complementary Electronics, and we are continuing non-sinusoidal oscillators. Non-sinusoidal oscillators we continue, and today we study pulse time definitions. ഈ പൾസുമായിട്ട് നമ്മൾ പൾസിൻ്റെ കുറച്ച് ഡെഫിനിഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇനി പൾസിന് കുറച്ച് ടൈമിംഗ് ഉണ്ട്. ആ ടൈമിൻ്റെ കുറച്ച് ഡെഫിനിഷൻ ഉണ്ട്. ഏതൊക്കെയാണ് ഡെഫിനിഷൻ നോക്കാം. ദിസ് ഈസ് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് സെമിസ്റ്റർ 3 ഫോർ BSc Physics Space students. Semester 3 Complementary Electronics, and today we see the pulse time definitions related to non-sinusoidal oscillators. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പൾസിനകത്ത് വീണ്ടും കുറച്ച് ടൈമിംഗ് ഉണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു സ്ക്വയർ വേവ് വരച്ചിരിക്കുന്നു. പെർഫെക്റ്റ് സ്ക്വയർ വേവ് വരച്ചിരിക്കുകയാണ്. ആ മുകളിൽ കാണുന്ന ഫിഗർ എയിൽ കാണുന്ന പെർഫെക്റ്റ് സ്ക്വയർ വേവ്, പക്ഷേ ഒരു പ്രാക്ടിക്കൽ ഡിവൈസിൽ പെട്ടെന്ന് ഈ ബേസ് വോൾട്ടേജിൽ നിന്ന് പെട്ടെന്ന് മാക്സിമത്തിലേക്ക് പോകുന്നില്ല, ഒരു സ്ലോപ്പിലൂടെയാണ് കയറി പോകുന്നത്. ആ താഴെ കാണുന്ന ബി എന്നുള്ള പടം നോക്കുക. ആ എ എന്നുള്ള പടത്തിൻ്റെ സ്ക്വയർ വേവ് അത് തിയറട്ടിക്കൽ വേവ് ആണ്. അതിൻ്റെ പ്രാക്ടിക്കൽ ഡ്രോയിങ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ക്രമേണ കയറുള്ളൂ, എന്നിട്ട് മാക്സിമം വാല്യൂ ആവും, ആ പീക്ക് വാല്യൂ ആവും. എന്നിട്ട് വീണ്ടും ക്രമേണ താഴുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ TR TF കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നമ്മൾ TR TF പറഞ്ഞ് അത് വീണ്ടും ഫർദറായിട്ട് ഡിവൈഡിങ് ഉണ്ട്. ഫർദറായിട്ട് ഇവിടെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ T ഓണും T ഓഫും ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് നോക്കുക. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ആ ടൈമൊക്കെ ഒന്ന് നോക്കുക. പിന്നെ പൾസ് വിഡ്ത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ആ 50% നേരെയുള്ള വിഡ്ത്താണ്. 10% നിന്ന് 90% കൂടുന്ന ടൈം റൈസ്, 90 നിന്ന് 10 കുറയുന്ന ടൈം ഫാള്. അതിന് ആ ടൈം ഫാളിനെയും ടൈം റൈസിനും രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. ആ സിമ്പിള് അത്ര ക്ലിയർ അല്ല, നിങ്ങളത് നോക്കി വരക്കാൻ നമ്മൾ അടുത്ത ആ ഡിസ്കഷനകത്ത് ആ ടൈമിൻ്റെ സിമ്പിൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. എ പെർഫെക്റ്റ് സ്ക്വയർ വേവ് ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ എ. ആ മുകളിൽ കാണുന്ന രണ്ട് പാടാണ് മുകളിലുള്ളത്. ആ ടോപ്പിക് കാണുന്നതാണ് പെർഫെക്റ്റ് സ്ക്വയർ വേവ്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദി ഇൻപുട്ട് ഓഫ് എ UJT റിലാക്സേഷൻ ഓസിലേറ്റർ ടു പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട്. നമുക്ക് UJT റിലാക്സേഷൻ ഓസിലേറ്റർ കൊടുക്കാം ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട്. ദി ഔട്ട്പുട്ട് വേവ് ഫോം ആൻഡ് ദി വേരിയസ് ടൈം ഡിലേസ് ആർ ഷോൺ ഫിഗർ ബി. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടും വ്യത്യസ്തമായ ടൈം ഡിലേസും താഴെയുള്ള പടത്തിൽ ആ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈം ഓഫ് റൈസ് നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കും. ഒരു TDTR ഇവിടെ രണ്ട് കേസായിട്ടാണ് ഇവിടെ ഭാഗിക്കുന്നത്. TDTR രണ്ടും കൂടി ചേരുന്നതാണ് ടൈം ഓഫ് റൈസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ടൈം ഡിലേ നോക്കാം. ഇറ്റ് ഈസ് ദി ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ദി ബിഗിനിങ് ഓഫ് ദി ഇൻപുട്ട് പൾസ് ആൻഡ് ദി ടൈം ഓഫ് ദി ഔട്ട്പുട്ട്. ദി ഔട്ട്പുട്ട് വോൾട്ടേജ് റീച്ചസ് 10% ഓഫ് ദി മാക്സിമം വാല്യൂ. അപ്പോൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10% ആകാനുള്ള ടൈമാണ് ടൈം ഡിലേ എന്ന് പറയുന്നത്. ഇൻപുട്ട് കൊടുത്താൽ 10% ആകണം. അതിനുള്ള ഇൻപുട്ട് കൊടുത്താൽ ആ വേവിൻ്റെ 10% എത്താനുള്ള സമയം, അത് ടൈം ഡിലേ എന്ന് പറയും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിപ്രഷൻ റീജിയൻ കപ്പാസിറ്റൻസ്. ടേൺ ഓൺ ബേസ് കറണ്ട് ആൻഡ് വാല്യൂ ഓഫ് ട്രാൻസിസ്റ്റർ ബീറ്റ്. അപ്പോൾ ഈ ടൈം ഡിലേ ആശ്രയിക്കുന്നത് ഡിപ്രഷൻ റീജിയനെ കപ്പാസിറ്റിനെ ആശ്രയിക്കും, അതുപോലെ ബേസ് കറണ്ടിനെ ആശ്രയിക്കും, ട്രാൻസിസ്റ്റർ ബീറ്റയെ ആശ്രയിക്കും. ഇനി ടൈം റൈസ്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പടത്തിൽ TR മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ ആ ഡെഫിനേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. ടൈം ഡിലേ പറഞ്ഞില്ലെന്ന് മാത്രം. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഓർ കറണ്ട് ടു റൈസ് ഫ്രം 10% to 90% ഓഫ് ഇറ്റ്സ് മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂവിൻ്റെ 10% മുതൽ 90% വരെ ആകാനുള്ള സമയം. It is primarily depends on the diffusion capacitance CD. അപ്പോൾ ആ ഡിവൈസിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ അപ്പോൾ മൂന്നാമത് ടേൺ ഓൺ ടൈം. അപ്പോൾ ടൈം ഡിലേ പഠിച്ചു, റൈസ് ടൈം പഠിച്ചു. അത് രണ്ടും കൂടി കൂട്ടി പറയുന്നതാണ് ടേൺ ഓൺ ടൈം. സോ വാട്ട് ഈസ് ടേൺ ഓൺ ടൈം? T ഓൺ എന്ന് പറയും.
T on, turn on time. Turn on time. It is equal to the sum of the delay time and rise time. ഈ ഡിലേ ടൈമിൻ്റെയും റൈസ് ടൈമിൻ്റെയും ഡിലേ ടൈം വളരെ കുറവാണ്. ഡിലേ ടൈമിൻ്റെയും റൈസ് ടൈമിൻ്റെയും തുകയാണ് ടേൺ ഓൺ ടൈം. ടി ഓൺ ദറ്റ് ഇസ് ടി ഡി പ്ലസ് ടി ഡി ഡിലേ ടൈം പ്ലസ് ടി ആർ റൈസ് ടൈം. ഇനി സ്റ്റോറേജ് ടൈം. എന്താണ് സ്റ്റോറേജ് ടൈം? ഇറ്റ് ഈസ് ദി ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ദി എൻഡ് ഓഫ് ദി ഇൻപുട്ട് പൾസ് trailing edge and the time when output voltage or current falls to 90% of its maximum value. Maximum value നിന്ന് 90% ആയിട്ട് കുറയാനുള്ള സമയം. It is a time interval between the end of the input pulse. ഇൻപുട്ട് പൾസിൻ്റെ എൻഡിൽ നിന്ന് ട്രെയിലിംഗ് എഡ്ജിൽ നിന്ന് 90% താഴാനുള്ള ടൈമാണ്. ഇപ്പോൾ 10% കുറവ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡീപ്പർ ദി ട്രാൻസിസ്റ്റർ ഈസ് ഡ്രിവൺ ഇൻ ടു സാച്ചുറേഷൻ, മോർ ദി stored charge that has to be removed, and hence longer the storage time. This is why non-saturated switching is often preferred. ഇനി അടുത്തത് ലാറ്റർ പാർട്ടിലെ കുറച്ച് ടൈമുകളാണ് പറയുന്നത്. Fall time TF. It is the time interval during which the output voltage or current falls from 90 to 10%. In simple word, it is the time interval between 90% and 10% levels of the output signal, output pulse. Turn off time, T off. Fall time കിട്ടി. ടേൺ ഓഫ് ഇറ്റ് ഈസ് സം ഓഫ് സ്റ്റോറേജ് ടൈം ആൻഡ് ഫാൾ ടൈം. സ്റ്റോറേജ് ടൈമിൻ്റെയും ഫാൾ ടൈമിൻ്റെയും സമ്മാണ് ടേൺ ഓഫ് ടൈം. ടേൺ ഓഫ് ടൈം ടി ഓഫ് എന്ന് പറയും. ഫോർ എ ഫാസ്റ്റ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ടി ഓൺ ആൻഡ് ടി ഓഫ് മസ്റ്റ് ബി ദി ഓർഡർ ഓഫ് നാനോ സെക്കൻഡ്. വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ ഈ ടി ഓണും ടി ഓഫും വളരെ കുറവാണ്. നാനോ സെക്കൻഡ് ഓർഡറിലാണ്. 10⁻⁹ സെക്കൻഡ് ഒക്കെ എടുക്കുകയുള്ളൂ ഓൺ ഓഫിന്. ഇനി ഉണ്ട് പൾസ് വിഡ്ത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ പൾസ് വിഡ്ത്ത് ഫോർ എ സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ്, ഫോർ ഫാസ്റ്റ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ് ടി ഓൺ ആൻഡ് ടി ഓഫ് മസ്റ്റ് ഓഫ് ദി ഓർഡർ ഓഫ് നാനോ സെക്കൻഡ് നമ്മൾ വായിച്ചു. ഈ പൾസ് വിഡ്ത്ത് ഡബ്ല്യു, ഇറ്റ് ഈസ് ദി ടൈം ഡ്യൂറേഷൻ. ആ 50% ലെവലുള്ള വ്യത്യാസമാണ്. ആ വേവിൻ്റെ 50%, പൾസിൻ്റെ 50% ലെവൽ വ്യത്യാസമാണ്. ഇറ്റ് ഈസ് ദി ടൈം ഡ്യൂറേഷൻ ഓഫ് ദി ഔട്ട്പുട്ട് പൾസ് measured between 50% levels of the rising and falling waveform. വേവ്ഫോമിൻ്റെ 50% ലെവൽ വെച്ച് വിഡ്ത്ത് അളന്നാൽ അതിനെയാണ് പൾസ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ഡബ്ല്യു. ഇനി നമ്മൾ സോ ടൂത്ത് ജനറേറ്റർ, റിലാക്സേഷൻ ഓസിലേറ്റർ പഠിച്ചതാണ്. അതിൻ്റെ 1-2 അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് സോ ടൂത്ത് ജനറേറ്റർ, റിലാക്സേഷൻ ഓസിലേറ്റർ. ദി എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ സോ ടൂത്ത് ജനറേറ്റർ ആർ, നമ്മൾ യു ജെ ടിയിൽ പഠിച്ചതാണ്. യു ജെ ടി, എ ഡി സി പവർ സോഴ്സ്, എ സ്വിച്ചിങ് ഡിവൈസ്, നിയോൺ ട്യൂബ്, തൈറോട്രോൺ, തൈറിസ്റ്റർ, യു ജെ ടി എക്സെട്ര, എ കപ്പാസിറ്റർ, എ റെസിസ്റ്റർ. ഇത്രയും ഭാഗങ്ങളാണ് ഒരു യു ജെ ടി റിലാക്സേഷൻ ഓസിലേറ്ററിൽ വേണ്ടത്. ഇനി നമ്മളിവിടെ ഒരു യു ജെ ടി റിലാക്സേഷൻ ഓസിലേറ്റർ അല്ലെങ്കിൽ ഒരു സോ ടൂത്ത് ജനറേറ്റർ വരയ്ക്കുകയാണ്. ഒരു സോ ടൂത്ത് ജനറേറ്റർ വരച്ചിരിക്കുകയാണ്. നോക്കുക, ഇത് നമ്മൾ നേരത്തെ പഠിച്ച റിലാക്സേഷൻ ഓസിലേറ്ററാണ്. യു ജെ ടി വെച്ച് വരയ്ക്കാവുന്നതാണ്. യു ജെ ടി ആണ് കാണിച്ചിരിക്കുന്നത്. ആ റെസിസ്റ്റേഴ്സ് ഒരു 6 റെസിസ്റ്റേഴ്സ് ലെഫ്റ്റിലുണ്ട്. 6 എന്ന് വിളിച്ചാലും മതി അതിന്.
RB1 RB2 നമുക്കറിയാമല്ലോ UJTയുടെ 2 ബേസ് റെസിസ്റ്റൻസ് ആണ്, കപ്പാസിറ്റി ഉണ്ട്, സപ്ലൈ ഉണ്ട്. ഇതാണ് സോ ടൂത്ത് കിട്ടുന്നത്. The circuit is shown in the figure. So tooth general circuit is shown in the figure. Its output waveform is also shown in the right side in figure B. Sawtooth. In the above figures, the UJT relaxation oscillator and the sawtooth waveform generated are shown. അപ്പോൾ UJT റിലാക്സേഷൻ ഓസിലേറ്ററും സോട്ടൂത്ത് ഫോം ചെയ്തതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഈ UJT റിലാക്സേഷൻ ഓസിലേറ്റർ നമ്മൾ നേരത്തെ പറയാത്ത ഒന്നൊരു ഡിക്വേഷൻ ഉണ്ട്, അതൊരു പഠിക്കണ ഒരു പ്രോബ്ലം ഉണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, അത് പറയാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടൈം റിക്വയർഡ് ഫോർ VE എമിറ്റർ വോൾട്ടേജ് ടു റൈസ് ടു VP. എമിറ്റർ വോൾട്ടേജ് VPയിലേക്ക് റൈസ് ചെയ്യാൻ വേണ്ട സമയം ഈസ് ഗിവൺ ബൈ T is equal to KRC എന്ന് പറയുന്നത്. KRC ആർ എന്ന് പറഞ്ഞാൽ എമിറ്റർ റെസിസ്റ്റൻസ് ആണ്, RE ആണ് കേട്ടോ, KRC. വേർ K is given by log 1/1 minus theta എന്ന് വരും. log 1/1 minus theta, അത് പവർ ലോഗിൻ്റെ കൂടെ നേരെ എഴുതുന്നതാണ്. 1/1 minus theta to the base E and eta, that you know, intrinsic standoff ratio R1 plus R2 or RB1 plus RB2. RB1നെ R1 എന്നും RB2നെ R2 എന്ന് പറയാറുള്ളൂ. സോ eta is equal to RB1 by RB1 plus RB2. Period is KRC. K is equal log 1/1 minus theta by eta. Log 1/1 minus theta to the base E. Here RB1 and RB2 are the interbase resistances internal. The frequency of oscillation of the UJT or the output to sawtooth is given by FO is 1/T, that is 1/KRC. 1/KRC which are frequency ആണ്. In amplitude, its amplitude is determined primarily by voltage V and VP. ഇപ്പോൾ വോൾട്ടേജ് V നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ആൻഡ് VP അതിൻ്റെ ആ പീക്ക് വോൾട്ടേജ്, അതാണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പ്രോബ്ലം ഉണ്ട്. ഈ സോട്ട് ടൂത്ത് വേവിൻ്റെ ഒരു ആപ്ലിക്കേഷനും കൂടി പഠിച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ഉള്ളത്, ഒരു സിംഗിൾ പ്രോബ്ലമാണ്, പക്ഷെ അത് ചോദിച്ചുള്ളതാണ്. ആപ്ലിക്കേഷൻ സോട്ട് ടൂത്ത് വേവ് ഫോംസ് ആർ കോമൺലി യൂസ്ഡ് ആസ് നമ്പർ 1 സൂപ്പർ വോൾട്ടേജസ് at the picture tubes of TV receivers. TV receivers-ൻ്റെ പിക്ചർ ട്യൂബ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പിക്ചർ ട്യൂബ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ എല്ലാ LED TV ഒക്കെയാണ്. അപ്പോൾ നേരത്തെയുള്ള TV പിക്ചർ ട്യൂബ് വെക്കുന്നതായിരുന്നു, അതിനകത്ത് നമ്മൾ ഇത് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്പർ 2, സൂപ്പർ വോൾട്ടേജസ് ഓഫ് ദി viewing screens of oscilloscopes and radar as super voltage. റഡാറിലും ഓസിലോസ്കോപ്പിലും അതിനൊക്കെ ഉപയോഗമുണ്ട്. റഡാറിൽ ഓസിലോസ്കോപ്പ് ഒരു പിക്ചർ ട്യൂബ് തന്നെയാണെന്ന് പറയാം നമുക്ക്. ഇപ്പോൾ ഓസിലോസ്കോപ്പിലും റഡാറിലുമൊക്കെ സൂപ്പർ വോൾട്ടേജസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ആ സൂപ്പർ വോൾട്ടേജസ് ഈ സോർട്ട് ഓഫ് ദി വേവ് ഫോം. പിന്നെ ഒരു പ്രോബ്ലം, ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻറ്റ്. ഫോർ ദി UJT ഓസിലേറ്റർ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഒരു നമ്മൾ നേരത്തെ പഠിച്ച ഫിഗറല്ല, മുകളിൽ കൊടുത്ത ആ സോട്ടത്ത് വേവിന് കൂടെ കാണിച്ച ഫിഗറാണ്. അതിവിടെ വരക്കുന്നില്ല, അത് പടം ഓർത്താൽ മതി. ഫോർ ദി UJT ഓസിലേറ്റർ സർക്യൂട്ട് ഷോൺ RE എമിറ്റർ റെസിസ്റ്റൻസ്, അത് ആറായിട്ട് എടുക്കണം. 10K. ഈറ്റ ഈസ് ഈക്വൽ ടു 0.75 and oscillator frequency equal 1 megahertz, and oscillator frequency is 1 megahertz. Find the value of capacity. C കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം K കണ്ടുപിടിക്കാൻ K is log 1/1 minus eta to the base C, that is log 1 minus eta 0.75 ആണല്ലോ, അപ്പോൾ 0.25. 1/0.25 is 4.
ദെർഫോർ ലോഗ് 4⁻c. അത് കോമൺ ലോഗിലാക്കാൻ നമ്മൾ 2.3 കൊണ്ട് ഗുണിച്ചാൽ മതി. 2.303 ആണ്, ഇവിടെ 2.3 കൊണ്ടാണ് ഗുണിക്കുന്നത്. 2.3 ലോഗ് 4⁻c. ലോഗ് 4 എന്ന് പറഞ്ഞാൽ 0.6021. എന്നിട്ട് അതിനെ 2.3 ഗുണിക്കുമ്പോൾ 1.4. അതൊക്കെ നേരിട്ട് LN നമ്മുടെ കാൽക്കുലേറ്റർ LN എടുത്താൽ മതി. നാച്ചുറൽ ലോഗരിതം 4 എടുത്താൽ മതി. അത് 1.4 എന്ന് കിട്ടും. ദെർഫോർ ഔട്ട്പുട്ട് ഫ്രീക്വൻസി F 1/KRC ആണല്ലോ. അപ്പോൾ F എന്ന് പറയുമ്പോൾ 1 × 10⁻3 1 kHz ആണ്. ഇതിൽ 1/K 1.4 R എമിറ്റർ റെസിസ്റ്റൻസ് 10 K ohm ആയിട്ടാണ് ഇരിക്കുന്നത്. R 10K എന്നാണ്. K മീൻസ് K ohm. അപ്പോൾ അത് നമ്മൾ ഓം ആക്കുമ്പോൾ 10 × 10⁻3 × C ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 10ൻ്റെ പവറൊക്കെ വരുന്നുണ്ട്. C ആണ് കാണേണ്ടത്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.07 μF 0.07 മൈക്രോ ഫാരഡ് എന്നുണ്ട്. μF എന്ന് കിട്ടും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.07 × 10⁻⁻6 ആണ്. അതിനെ നമ്മൾ മൈക്രോ ഫാരഡ് ആക്കുമ്പോഴാണ് 10⁻⁻6 ആക്കുമ്പോഴാണ് 0.07 μF എന്ന് കിട്ടുന്നത്. That is all with your 28th class. We continue. Thank you very much.